നമസ്കാരം. ദർശന ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിരുന്നിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്ന് ഇപ്പോഴുള്ളത് UAE ഷാർജയിലാണ്. UAE എത്തുമ്പോൾ ഗൾഫ് ആയുർവേദിക് സെൻറ്റർ ഗ്രൂപ്പ്സിനെ നമുക്കൊരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല. കാരണം UAE ഒട്ടുമിക്ക എല്ലാ എമിറേറ്റ്സിലും ആയുർവേദത്തിൻ്റെ സർവ്വസാന്നിധ്യമായി മാറിയിരിക്കുകയാണ് ഗൾഫ് ആയുർവേദിക് സെൻറ്റർ. തീർച്ചയായും ഇന്നത്തെ എപ്പിസോഡിൻ്റെ അതിഥി ഗൾഫ് ആയുർവേദിക് സെൻറ്റർ ഗ്രൂപ്പ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ സോമനാഥൻ സാറാണ്. വളരെ ആദരപൂർവ്വം അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ വരുന്നതിലേക്ക്. സാർ, നമസ്കാരം. സാർ, ആദ്യം തന്നെ വളരെ സന്തോഷം തോന്നുന്നു. കാരണം ഗൾഫ് ആയുർവേദിക് സെൻറ്റർ ഗ്രൂപ്പ് ഇപ്പോൾ UAE സർവ്വ സാന്നിധ്യമായി മാറിയിരിക്കുകയാണ്. എല്ലാ എമിറേറ്റ്സിലും അതുപോലെ തന്നെ ബ്രാൻഡഡ് ഹോട്ടലുകൾ നിങ്ങളുമായി ടൈപ്പ് ഉണ്ടാക്കിയിരിക്കുന്നു. തീർച്ചയായും വളരെ സന്തോഷമുണ്ട് താങ്കൾ ഈ ഒരു എപ്പിസോഡിൽ അതിഥിയായി കിട്ടിയതിൽ. എങ്ങനെയായിരുന്നു ഗൾഫ് ആയുർവേദിക് സെൻറ്ററിൻ്റെ തുടക്കം ഒന്ന് പറയാമോ? ഗൾഫ് ആയുർവേദിക് സെൻറ്റർ തുടങ്ങാൻ കാരണം എന്ന് പറയാൻ, ഞാൻ ഈ ആയുർവേദ ഫീൽഡിൽ വന്നിട്ട് 25 വർഷത്തോളമായി. 13 വർഷത്തോളം നാട്ടിലെ എക്സ്പീരിയൻസ്, നാട്ടിൽ നിന്ന് ഗൾഫിലേക്കുള്ള അതിപ്രശസ്തനായ ഒരു ഹോട്ടൽ വ്യാപാരിയായിട്ട് പരിചയപ്പെടാൻ സാധിച്ചു. പുള്ളിക്കാരൻ മുഖാന്തരം ഗൾഫിൽ വന്നു. പുള്ളിക്കാരൻ്റെ സാന്നിധ്യത്തിൽ ഗൾഫ് ആയുർ സെൻറ്റർ എടുത്ത് നടക്കാൻ എനിക്ക് യോഗമുണ്ടായി. ഇവിടെ താങ്കളുടെ ഗൾഫ് ആയുർവേദിക് സെൻറ്ററിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തൊക്കെ പ്രത്യേകതകളാണ് ഗൾഫ് ആയുർവേദിക് സെൻറ്ററിന് പറയാനുള്ളത്? ഗൾഫ് ആയുർവേദ സെൻറ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഗൾഫിൽ എല്ലാ ബ്രാഞ്ചിൽ പോയാലും നമ്മൾക്ക് ഗൾഫിൽ പോയ ഒരു പ്രതീതിയല്ല. നമ്മൾ കേരളത്തിൽ പോയ ഒരു ആയുർവേദ സെൻറ്ററിൻ്റെ അകത്തോട്ട് പോയി കടന്ന ഒരു പ്രതീതിയാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതായ മരുന്നുകളായാലും 100% ആയുർവേദ മരുന്നുകളാണ്. കോട്ടക്കൽ ആയുർവേദശാല, തൈക്കാട്ട് മൂസ്, ഇവരുടെ എല്ലാം ബ്രാൻഡഡായ ഓയിലുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വില നിലവാരത്തിലും സർവീസിൻ്റെ കാര്യത്തിലും നമ്മൾ 100% നീതി പുലർത്തുന്നുണ്ട്. ഒരു ഗസ്റ്റ് ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് പോയാൽ അവർ തിരിച്ച് നമ്മളുടെ സ്ഥാപനത്തിലോട്ട് വരാനുള്ള അവരുടെ ആഗ്രഹം നമ്മൾ നിലനിർത്തി കൊടുക്കുന്നുണ്ട്. ഒരു ഗസ്റ്റും ഇതുവരെ ഒരു മോശമായ അഭിപ്രായം ഉണ്ടായിട്ടില്ല. ഗസ്റ്റുകൾ പറഞ്ഞാണ് നമ്മൾ ഇത്രയും പരസ്യം ചെയ്തത്. നമ്മൾ ഒരു മീഡിയ ആയിട്ടോ ന്യൂസ് പേപ്പറിലോ ഇതുവരെ ഒരു പരസ്യം കൊടുത്തിട്ടില്ല. ഗസ്റ്റുകൾ വന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട് അവർ മുഖാന്തരമുള്ള പബ്ലിസിറ്റിയാണ് നമ്മളുടെ ഉയർച്ചയുടെ കാരണം. ഇനി ഇവിടുത്തെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇവിടെ ഏതൊക്കെ രോഗങ്ങൾക്കാണ് കൂടുതലും രോഗികൾ എത്തുക എന്നൊന്ന് പറയാം? ഗൾഫ് ആയുർ സെൻറ്ററിൽ കൂടുതലായിട്ടും വരുന്നത് മാനസിക പിരിമുറുക്കം, ഉറക്കമില്ലായ്മ, ഇടുപ്പ് വേദന, സ്കിൻ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ, ഇതിനായിട്ടാണ് കൂടുതൽ പേരും വരുന്നത്. അതിന് നമ്മുടെ അടുത്തുള്ള നല്ല ചികിത്സകൾ കാരണം ഗസ്റ്റുകൾക്കും നല്ല ആശ്വാസം കിട്ടുന്നുണ്ട്. തിരിച്ച് അവർ വരുന്നുണ്ട്, അവർക്ക് റെഫറുകൾ വരുന്നുണ്ട്. സാറേ, പ്രവാസ ജീവിതത്തിൽ കാണുന്ന പ്രധാന പ്രശ്നങ്ങൾ ഒരെണ്ണമാണ് മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത്, അല്ലേ? ഓവർ സ്ട്രെയിനാണ് അവർക്ക് വരുന്നത്. അതുപോലെ തന്നെ ഉണ്ടാകുന്നു പിന്നെ നടുവ് വേദന, പിന്നെ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ. ഈ ഒരു കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുന്നു. എന്നിരുന്നാലും ഈ മാനസിക സമ്മർദ്ദം ഒരു പ്രധാന പ്രശ്നമാണ്, ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇതിന് ആയുർവേദത്തിൽ, പ്രത്യേകിച്ച് ഗൾഫ് ആയുർവേദിക് സെൻറ്ററിൽ എന്തെങ്കിലും പോംവഴികളോ ചികിത്സാ വിധികളോ ഉണ്ടോ? ഗൾഫ് ആയുർവേദ സെൻറ്ററിൽ മാനസികമായ പിരിമുറുക്കത്തിന് നമ്മൾ ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് ശിരോധാരയാണ്. ആ ശിരോധാര അറ്റ്ലീസ്റ്റ് 3 ദിവസമെങ്കിലും അടുപ്പിച്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഗസ്റ്റുകൾക്ക് നല്ല റിലാക്സിങ് കിട്ടുന്നുണ്ട്. നമ്മൾ ഡോക്ടറുടെ അഭിപ്രായത്തിൽ ചെയ്തിട്ടുള്ള ഒത്തിരി പേര് നല്ല അഭിപ്രായം പറഞ്ഞു പോയിട്ടുണ്ട്. കൂടാതെ നമ്മൾ ചെറുതായിട്ട് യോഗയും ഈ വരുന്ന വ്യക്തിക്ക്, രോഗിക്ക് കാണിച്ചു കൊടുക്കാറുണ്ട്, മാനസിക പിരിമുറുക്കം വേണ്ടിയിട്ട്. അതുകൂടാതെ ജനറലായിട്ട് ആഴ്ചയ്ക്ക് ഒരു ദിവസം ഒരു ബോഡി മസാജ് ചെയ്യാൻ പറ്റുമെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. ശരീരത്തിലെ സ്റ്റിഫ്നെസ്സിലെല്ലാം പോയി നല്ല റിലാക്സ് ആയി കിട്ടാൻ. പുറത്തുനിന്ന് വലിയൊരു ബിൽഡിംഗ് ആണെങ്കിൽ തന്നെയും അകത്തേക്ക് കയറി വരുമ്പോൾ ട്രഡീഷണൽ ആയിട്ടുള്ള തടികളാൽ നിർമ്മിക്കപ്പെട്ട പല കാര്യങ്ങളും, അതുപോലെ തന്നെ എന്താ പറയുക, ഒരു നമ്മുടെ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യുന്ന ഒരു വാർത്ത കൂടിയുണ്ട്. ഇവിടെ എങ്ങനെയാണ് ഈ ഒരു ആയുർവേദ ചികിത്സയ്ക്ക് അനുയോജ്യമായ എക്യുപ്മെൻറ്റ്സ് നമ്മൾ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് പറയാം? ആയുർവേദ ചികിത്സയ്ക്ക് വേണ്ട എല്ലാ ഉപകരണങ്ങളും നമ്മൾ നാട്ടിൽ നിന്നും വരുത്തുന്നതാണ്. അല്ലാതെ ഫൈബറോ മറ്റുള്ള സജ്ജീകരണങ്ങളൊന്നുമില്ല. 100%
ആയുർവേദത്തിൻ്റെ ചികിത്സയ്ക്ക് അനുയോജ്യമായ തടിയിൽ നിർമ്മിച്ച മസാജ് പാത്തി, ധാര സ്റ്റാൻഡ് ഇതെല്ലാം അതിൻ്റേതായ ഇതിൽ പോകുന്നതാണ്. 100% ബലവത്തായ മരത്തിൽ പോകുന്നതാണ്. നമുക്കറിയാം ഇപ്പോൾ റമദ ഹോട്ടൽ അടക്കമുള്ള വലിയ ബ്രാൻഡഡ് ഹോട്ടലുകളിൽ പോലും താങ്കൾ പ്രതിദാനം ചെയ്യുന്ന ഗൾഫ് ആയുർവേദിക് സെൻ്ററിൻ്റെ ബ്രാഞ്ചുകളുണ്ട്. എന്നിരുന്നാലും ഏതൊക്കെ എമിറേറ്റ്സിലാണ് ഉള്ളത്, എവിടെയൊക്കെയാണ് ഉള്ളത്, അവിടുത്തെ പ്രത്യേകതകൾ ഒന്ന് പറയാമോ? ഗൾഫ് ആയുർ സെൻ്ററിൻ്റെ ബ്രാഞ്ച് എന്ന് പറയാൻ ഫുജറ കോറൽ സ്യൂട്ട് ഹോട്ടലിലുണ്ട്. ഇപ്പോൾ പ്രസൻ്റ്ലി കഴിഞ്ഞ മാസം ഫുജറയിൽ തന്നെ കോർഫാക്കാൻ കഴിഞ്ഞ സാൻഡി ബീച്ച് റിസോർട്ടിൽ തുടങ്ങിയിട്ടുണ്ട്. അവിടെ എല്ലാം നമുക്ക് ഹോട്ടലിൻ്റെ ഒരു പ്രതീതിയല്ല, ശരിക്കും ഒരു ആയുർവേദ ഹൗസിലോട്ട് പോയതാണ്. അത് കാരണം നമ്മൾ അവിടെ ഗൾഫ് ആയുർവേദ സെൻറ്റർ ഹൗസ് ഓഫ് ആയുർവേദമാണ് പേരെന്നെ വെച്ചിട്ടുള്ളത്. വെച്ചാൽ അവിടെ നല്ല ബീച്ചായാലും ശരി, ഗസ്റ്റുകൾക്ക് നല്ല മസാജ് കഴിഞ്ഞ് വേണമെങ്കിൽ ബീച്ചിൽ പോയിരിക്കാം, എല്ലാവിധ സൗകര്യമുണ്ട്. ശരിക്കൊരു ടെൻഷൻ റിലീവ് സ്പേസാണ് നമ്മളവിടെ ഇതായിട്ട്. പിന്നെ പേൾ ഹോട്ടലുണ്ട് ഉമൽക്കോയിൽ, അവിടെ ഇത് തന്നെയാണ് 100% ആയുർവേദത്തിൻ്റെ റിലാക്സിങ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് പറ്റിയ അറ്റ്മോസ്ഫിയറുള്ള ഹോട്ടലുകളാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു പോളിസി വളരെ വ്യക്തമാണ്. കാരണം നമ്മൾ നല്ല ചികിത്സ കൊടുക്കുക എന്നുള്ളതാണ് താങ്കൾ പറയുന്ന ഒരു വലിയൊരു പോയിന്റ്. ഈ ഒരു ചികിത്സ മറ്റു എമിറേറ്റ്സുകളിലൂടെ ഇപ്പോൾ അബുദാബി പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ വ്യാപിപ്പിക്കാനുള്ള എന്തെങ്കിലും ഫ്യൂച്ചർ പ്ലാനുകൾ? ഫ്യൂച്ചറിൽ ആഗ്രഹമുണ്ട്. എല്ലാ എമിറേറ്റ്സിലും ഗൾഫ് ആയുർവേദ സെൻ്ററിൻ്റെ 1-2 ബ്രാഞ്ച് തുടങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈശ്വരൻ അനുഗ്രഹിച്ച് എല്ലാം സാധിക്കട്ടെ. സാർ, അതുപോലെ തന്നെ ഇപ്പോൾ ഗൾഫ് ആയുർവേദിക് സെൻ്ററിന് UAE മാത്രമല്ല നമ്മളുടെ നാട്ടിൽ ഒരു സെൻറ്റർ തുടങ്ങാനുള്ള എന്തെങ്കിലും സാഹചര്യമുണ്ടോ, അതോ നമ്മൾ എന്തെങ്കിലും ഓപ്പൺ ചെയ്തിട്ടുണ്ടോ? നാട്ടിൽ ഗൾഫ് ആയുർവേദ സെൻ്ററിന് തൃശ്ശൂർ ജോയ്സ് പാലസ് ഹോട്ടലിൽ ഹൗസ് ഓഫ് ആയുർവേദ പറഞ്ഞിട്ട് ഒരു ബ്രാഞ്ച് ഉണ്ട്. അത് നല്ല രീതിയിൽ പോകണം. ഒത്തിരി ട്രീറ്റ്മെൻറ്റ് അവിടെയുണ്ട്, നാട്ടുകാരും വരുന്നുണ്ട്, എല്ലാവരും വരുന്നുണ്ട്. ഗൾഫ് ആയുർവേദിക് സെൻ്ററിൽ പ്രധാനമായിട്ട് നമ്മൾ ചെയ്യുന്ന ചികിത്സകൾ ഏതൊക്കെയാണെന്ന് പറയാമോ? ഗൾഫ് ആയുർ സെൻ്ററിൽ പ്രധാനമായും ചെയ്യുന്നത് അഭ്യംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ എണ്ണ തേച്ച കുളി 1 മണിക്കൂർ. ഉഴിച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മർമ്മ ഉത്തേജന മസാജ്. പിന്നെ ഇലക്കിഴി മസാജ് ഉണ്ട്, അതായത് മസിൽ സ്റ്റിഫ്നെസ്, ബാക്ക് പെയിന് എന്നിവയ്ക്ക്. പിന്നെ ഉദ്വർദ്ധനം മസാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി സ്ലിമ്മിങ്ങിന് ഉദ്ദേശിക്കുന്ന പൗഡർ മസാജ്. പിന്നെ നവരക്കിഴിയുണ്ട്, പിഴിച്ചിലുണ്ട്, ശിരോധാര സ്ട്രെസ് റിലീവിങ് മസാജ്. അങ്ങനെ ഒരുവിധ എല്ലാവിധ ആയുർവേദ ചികിത്സകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഗൾഫ് ആയുർവേദ സെൻ്ററിൽ തടി കുറയ്ക്കാൻ നല്ല ട്രീറ്റ്മെൻറ്റാണ് ഉദ്വർത്തനം എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ്. ചുരുങ്ങിയത് 2 വീക്സ് അല്ലെങ്കിൽ 3 വീക്സ് ചെയ്യണം. നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അതോടുകൂടി ഈ ചെയ്യുന്ന വ്യക്തി പഥ്യം നന്നായി പാലിക്കണം. അതോടുകൂടി അകത്തോട്ടുള്ള കഷായം ചെയ്യണം. എല്ലാം കഴിച്ചു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഇതുവരെ നമ്മൾക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 2 ആഴ്ച 3 ആഴ്ച ചെയ്യുമ്പോൾ ചിലവർക്ക് 8-9 കിലോ വരെ വെയിറ്റ് എല്ലാം കുറഞ്ഞിട്ടുണ്ട്. കണ്ണിനുള്ള ചികിത്സ എന്ന് പറയുന്നത് നമ്മൾ നേത്ര തർപ്പണം എന്ന് പറയും. അത് ഡോക്ടർ നിർദ്ദേശിക്കുന്ന മരുന്ന് ഉപയോഗിച്ച് കണ്ണിൽ 4 പുറവും തടം കെട്ടി എണ്ണയോ നെയ്യോ കുറച്ച് 10-15 നിമിഷം തർപ്പണം ചെയ്ത് നിർത്തും. എങ്കിൽ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. ടെൻഷൻ കാരണവും പിന്നെ ഇവിടുത്തെ കാലാവസ്ഥയുടെ കാരണം സെക്സ്വൽ പവർ ഒരുവിധം ഒരു പരിധിവരെ അതിൻ്റെ കാരണമായിരിക്കാം. പക്ഷേ ഒരു ആയുർവേദ മരുന്ന് അറ്റ്ലീസ്റ്റ് 1 മാസമെങ്കിലും അകത്തോട്ട് കഴിക്കുക. അതോടുകൂടി ബോഡി മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് താങ്കളുടെ ജീവിതം, താങ്കളുടെ കുടുംബം എവിടെയാണ്, പഠനം എവിടെയായിരുന്നു, നാട് എവിടെയാണ് എന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാം. പാലക്കാട് ജില്ലയിലെ അടക്കാപുത്തൂർ എന്നൊരു കൊച്ചു ഗ്രാമത്തിലാണ് എൻ്റെ സ്വദേശം. പഠിച്ചതെല്ലാം അവിടെ തന്നെ. പിന്നെ ആയുർവേദ കോഴ്സ് ചെയ്തത് കോയമ്പത്തൂർ ആയുർവേദി ഫാർമസിയിൽ ആയുർവേദ മസാജ് കോഴ്സ് ചെയ്തു. മരുന്നിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പഠിച്ച് അവിടെ ഹോസ്പിറ്റലിൽ 10-13 വർഷം ജോലി ചെയ്തു. അതിനുശേഷം 10-13 വർഷം ഇവിടെ അങ്ങനെ ജോലി ചെയ്യും. ഗൾഫ് ആയുർവേദിക് സെൻറ്ററിൽ UAE എല്ലാ സെൻറ്ററുകളും, ഷാർജയും അതുപോലെ തന്നെ ഉമ്മൽഖോയിനായാലും ഫുജറയായാലും എല്ലാ സെൻറ്ററിൻ്റെയും അധിപൻ എന്ന നിലയ്ക്ക് ഞങ്ങളോട് വന്ന് സഹകരിക്കുകയും ആയുർവേദത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ആധികാരികമായി താങ്കൾ സംസാരിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ പാർശ്വഫലങ്ങളില്ലാത്ത ഒരു ചികിത്സാ വിധിയാണ് ആയുർവേദം എന്നതിൽ വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഗൾഫ് ആയുർവേദിക് സെൻറ്ററും പാർശ്വഫലങ്ങളില്ലാത്ത ഒരു ആയുർവേദ സെൻറ്റർ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും വളരെ നന്ദി.